ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് നമുക്ക് അപ്രൂവൽ കിട്ടിയേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് ഇൻകം പ്രൂഫ് ആണ്. വിത്തൗട്ട് ഇൻകം പ്രൂഫ് ഇത്രയും വലിയ ലോൺ എമൗണ്ട് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ലോൺ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ആപ്ലിക്കേഷന്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ബജാജിന്റെ പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ ആണ്. ബജാജിന്റെ ആപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ലോൺ ആണിത്. ഇത്രയും വലിയ ലോൺ എമൗണ്ടിന് നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ക്ലിയർ ആയിട്ടുള്ള നമ്മുടെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വലിയ എമൗണ്ട് വരെ നമുക്ക് ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അതേപോലെ തന്നെ ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് നോക്കിക്കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതെങ്ങനെ A to Z എല്ലാ കാര്യങ്ങളും അപ്ലൈ തൊട്ട് ലാസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ജസ്റ്റ് ഇതേപോലെ ഫോളോ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ലൈക്ക് ഇതേപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുക. നമ്മൾ ജസ്റ്റ് 1 lakh വെച്ചിട്ട് തന്നെ കണ്ടിന്യൂ ആണ്. 1 ലക്ഷം രൂപ കിട്ടുന്ന പോലെ നോക്കിയിട്ട് കണ്ടിന്യൂ ആണ്. അപ്പൊ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഇതേപോലെ 1 time പാസ്വേഡ് നിങ്ങൾക്ക് വരും. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ലോണിന്റെ ഓഫർ താഴെ കാണിക്കുന്നുണ്ട്. എത്രയാണ് നമുക്ക് വേണ്ട എമൗണ്ട്, ആ കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. അപ്പൊ നമുക്ക് വരുന്ന EMI എത്രയാണ്, അതേപോലെ ഏതൊക്കെ ടൈപ്പ് ലോണുകൾ, ഇവരുടെ 3 ടൈപ്പ് ലോൺ ഉണ്ട്. ടൈം ലോൺ ഉണ്ട്, ഫ്ലെക്സി ടൈം ലോൺ ഉണ്ട്, ഹൈബ്രിഡ് ലോൺ ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് ലോൺസ് ഉണ്ടാവും. നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഈ ലോണിന്റെ പ്രോസസിംഗ് ഫീ 1005, മറ്റ് ചാർജ് 1095. ടോട്ടൽ നമുക്ക് വരുന്ന എമൗണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ EMI നമുക്ക് എത്രയാണ് EMI ആയിട്ട് ടോട്ടൽ വരുന്ന എമൗണ്ട് എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഭയങ്കര കൂടുതലാണ്, 31% ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ലോൺ കിട്ടിയേക്കുന്നത്. പക്ഷെ EMI കൂടുതലാണ്. അതിനുശേഷം നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ നമ്മുടെ ഇൻകം ഡോക്യുമെന്റ്സ് നമ്മൾ വെരിഫൈ ചെയ്യണം, പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പൊ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്, നമ്മുടെ പാൻ നമ്പർ, അങ്ങനെയുള്ള ബേസിക് ആയിട്ട് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അതിനുശേഷം നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ വെരിഫൈ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ ബാങ്ക് കണക്ട് ചെയ്തേക്കുന്ന ആ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അവർ നമ്മുടെ ഇൻകം വെരിഫൈ ചെയ്യും. അതായത് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ എത്ര ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, നമ്മുടെ ഇൻകം ഒക്കെ പെർഫെക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യണതാണ്. അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കൺസേൺഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്നും അറിയണ്ട, നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ് അവർ ഫെച്ച് ചെയ്തെടുത്തോളും. ആ ഗീവ് കൺസേൺഡ് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇന്ന പീരീഡ് തൊട്ട് ഇന്ന പീരീഡ് വരെയുള്ള നമ്മുടെ എല്ലാ സ്റ്റേറ്റ്മെന്റും അവർ എടുക്കും. ആ എടുത്തതിന് ശേഷമാണ് അവർ നമ്മുടെ ഇൻകം വെരിഫൈ ചെയ്യുക. അതായത് നമുക്ക് ഈ ലോൺ റീപേ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടോ എന്ന് നോക്കുന്നതാണ്, വേറെ ഒന്നുമല്ല. അതിനുശേഷം ഇൻകം വെരിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ സക്സസ്ഫുൾ ആവും. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് ഇൻകം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്, അതിന്റെ ഒരു നേച്ചർ എന്താണ് എന്നാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇൻകം വെരിഫൈ ചെയ്ത് നമ്മൾ എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് കൊടുത്തപ്പോൾ നമുക്ക് വന്ന ഓഫർ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. 15,41,460 രൂപ ഓഫർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത്രയും നല്ലൊരു എമൗണ്ട് നമുക്ക് ഇവിടെ ഓഫർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്, ലോൺ ടെന്യൂർ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് എത്രയാണ് EMI വരാന്നുണ്ട്. അതേപോലെ ഇൻട്രസ്റ്റ് 22% ഇൻട്രസ്റ്റ് റേറ്റിലാണ് നമുക്ക് ഈ ലോൺ കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് എമൗണ്ട് ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. 2 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ 31% ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. 15,00,000 48,469 രൂപയാണ് EMI വന്നേക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് എത്രയാണ് എമൗണ്ട് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആകുന്നത്, അതുപോലെ തന്നെ നമുക്ക് എത്രയാണ് ഫീസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ ക്ലിയർലി വായിച്ചു നോക്കുക. നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ KYC വെരിഫിക്കേഷൻ ആണ്. KYC വെരിഫിക്കേഷൻ ജസ്റ്റ് ഒരു സെൽഫ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ KYC അവിടെ കംപ്ലീറ്റ് ആവും. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പില് KYC വെരിഫിക്കേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പില് നമ്മുടെ ഡിജി ലോക്കർ ഉപയോഗിച്ച് ഒരു KYC എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബജാജ് ഫിൻസർവ് നമ്മുടെ ആധാറിന്റെ സൈറ്റിൽ കയറി നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് എടുത്തോളും. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് OTP എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ KYC അവിടെ നിന്ന് എടുത്തോളും. നമ്മൾ മാനുവലായിട്ട് ഫോട്ടോസ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫൈനൽ വരുന്ന സ്റ്റെപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ KYC ഡോക്യുമെന്റ്സ് നമ്മൾ ഒന്നുകൂടി റീവെരിഫൈ ചെയ്യാം. അച്ഛന്റെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ ഭാര്യയുടെ പേര് കൊടുക്കുക. അത് അടുത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം വെരിഫിക്കേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് ഈ പേയ്മെന്റ് ക്രെഡിറ്റ് ആവുന്ന ബാങ്ക് അക്കൗണ്ടിന്റെ വെരിഫിക്കേഷനും നമ്മുടെ മാൻഡേറ്റിന്റെ കാര്യങ്ങളും അത് നിങ്ങളിവിടെ കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ സേവിങ്സ് അക്കൗണ്ട് കൊടുത്ത് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ആ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അവരുടെ എക്സിക്യൂട്ടീവ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടാണ് അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാം. ആധാർ കാർഡ്, പാൻ കാർഡ്, ക്യാൻസൽഡ് ചെക്ക്, ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. ഇതൊക്കെ അവർ വെരിഫൈ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് വരുന്ന സ്റ്റെപ്പില് നമ്മുടെ എലിജിബിലിറ്റി റീചെക്ക് ഉണ്ട്. അത് കഴിഞ്ഞാൽ മാൻഡേറ്റ് എഗ്രിമെന്റ് ഒക്കെ കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കിട്ടും. അപ്പൊ ഇതുവരെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ എക്സിക്യൂട്ടീവ് കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്തിട്ട് ബാലൻസ് ഡോക്യുമെന്റ്സ് കൂടി കളക്ട് ചെയ്തിട്ട് അപ്രൂവൽ ആക്കി തരും. അതാണ് അതിന്റെ പ്രൊസീജിയർ. അപ്പൊ അവിടെ നിന്ന് നമ്മൾ കാണിക്കുന്നില്ല. അപ്പൊ നിങ്ങളെ എക്സിക്യൂട്ടീവ് വിളിക്കുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. എക്സിക്യൂട്ടീവ് നിങ്ങളെ കോൾ ബാക്ക് ചെയ്യും.
ഇപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇപ്പോഴാണ് സബ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ എക്സിക്യൂട്ടീവ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് ബാലൻസ് പ്രൊസീജിയർ അവരവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് തരും. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ എമൗണ്ടിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളുടെ ഫൈനൽ വെരിഫിക്കേഷൻ ഒക്കെ വെച്ച് നിങ്ങൾക്ക് എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിൽ കാണിച്ചിട്ടുള്ള എക്സാക്ട് എമൗണ്ട് ഒന്നും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. എമൗണ്ടിന് അതേപോലെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അത് ഡിപ്പെൻസ് ആണ്. എമൗണ്ടിൽ വരുന്ന വ്യത്യാസം എപ്പോഴും ഡിപ്പെൻസ് ആണ്. നിങ്ങളുടെ പ്രൊഫൈൽ വെച്ച് നമുക്ക് മാറാനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ബജാജിന്റെ ആപ്ലിക്കേഷൻ ത്രൂ നിങ്ങൾ ലോൺ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ടോട്ടൽ വീഡിയോ. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും നമ്മുടെ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, താങ്ക് യു.